അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചു. അതിൻ്റെ ഓളങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം കെട്ടടങ്ങി തുടങ്ങിയിരിക്കുന്നു. അവിടെ ഇവിടെയായി ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും ഏകദേശം അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ബി സീസൺ 6 കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു ബിഗ് ബോസ് സീസൺ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിലും ഈ സീസണിൽ ഏറ്റവും ഭയങ്കര ഒരു പ്രശ്നമായി നിന്നത് PR എന്ന് പറയുന്ന കാര്യമായിരുന്നു. PR 16 ലക്ഷമായിരുന്നു ഈ സീസണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഇപ്പോഴും വാർത്തകളിലും ഇതിലുമൊക്കെ യൂട്യൂബ് ചാനൽസിലുമൊക്കെ ചർച്ച ചെയ്യുന്നൊരു സംഭവം ഈ PR എന്ന് പറഞ്ഞ കാര്യമായിരുന്നു. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് PRൻ്റെ 16 ലക്ഷവും അതൊന്നുമല്ല. അതൊക്കെ കേട്ട് ആക്ച്വലി മടുത്ത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഈ PR എന്ന് പറയുന്ന സംഭവം ഇവിടെ ഏഷ്യാനെറ്റിനെ അതിന് തടയിടാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. കാരണം ഏഷ്യാനെറ്റും ഈ PRനെ ഏകദേശം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ഇതൊരു ബിസിനസ് ഷോ ആണ്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനെ അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഷോ ആണ്. എല്ലാവരും ആരെയും നന്നാക്കാൻ വേണ്ടി നടത്തുന്ന ഷോ ഒന്നുമല്ല. അപ്പോൾ അവർക്ക് ഈ PR വേണം, എന്നാലേ ആൾക്കാരിലേക്ക് എത്തി TRP കൂടുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ PRും ആ പരിപാടിയൊന്നും നിർത്താനൊന്നും എന്തായാലും ഏഷ്യാനെറ്റും ആ ഒരു പ്രൊഡക്ഷൻ ടീമും ഒന്നും ശ്രമിക്കില്ല. അതിനെ ആരും നോക്കിയിരിക്കുകയും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു ഷോയിലോട്ട് വരുമ്പം ഇപ്പം കുറേ പേർക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ അഖിൽമാരാർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിലോട്ട് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനെ മത്സരിക്കുന്ന പോലെയാണ്. നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം മത്സരിക്കാൻ. ഓപ്പോസിറ്റ് ടീമിലുള്ളവർ അവർ ജയിക്കാൻ വേണ്ടി നമുക്കെതിരെ പല പല ആരോപണങ്ങളും ഉന്നയിക്കും. ഈ പറഞ്ഞ പെണ്ണ് കേസ്, അഴിമതി ആരോപണം എന്നൊക്കെ ഇലക്ഷനിൽ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിലും പല പല നെഗറ്റീവ്സും പലരുടെയും ജീവിതം വരെ തകർന്നു പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മുൻ സീസണുകളിലൊക്കെ ഈ ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ എല്ലാം എല്ലാം മുൻകൂട്ടി കണ്ടു വേണം ഈ ഷോയിലോട്ട് വരാൻ വേണ്ടി. അല്ലാതെ ഷോയിൽ വന്ന ശേഷം എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഇന്നയാൾ കാരണം എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇനിയുള്ള ബിഗ് ബോസ് ഒരു ഷോയിലോട്ട് ഇനിയിപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഒരു പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം അതിനെ ഇപ്പം ഈ ഒരു സീസണിനെ കുറിച്ച് എനിക്ക് ഉള്ള കുറച്ച് ഈ കള്ളൻ കപ്പലിൽ തന്നെയാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പം നമ്മൾ മുൻ സീസണുകളിലൊക്കെ നമുക്ക് ഓരോ എവിക്ഷൻ നടക്കുമ്പം നമ്മൾ എവിക്ഷൻ്റെ ആരൊക്കെ എവിക്റ്റായി എന്നുള്ളത് ഓൾറെഡി ലീക്കാകുന്നുണ്ട്. അതിപ്പോൾ ഈ സീസണിൽ ആദ്യമായിട്ട് നടന്നാലും മുൻ സീസണുകളിലൊക്കെ ഓരോ ആഴ്ചയിലും ആരൊക്കെ എവിക്റ്റാവും എന്നുള്ള കാര്യം ചില യൂട്യൂബ് ചാനൽസിലും ഇൻസ്റ്റാഗ്രാം പേജസിലും ഒക്കെ ലീക്കാകുന്നുണ്ട് സംഭവം. പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസിലാണ് ഇതൊരു വിഷയമായിട്ട് ഈ ഒരു BB ടീം കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് ഇതൊക്കെ നടക്കുമ്പോഴും ഇവരിത് അറിയുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരിതൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എതിരെ കണ്ണടച്ചിരിക്കുകയാണ്. കാരണം ഇവരുടെ ഈ ഷോയെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിനെ ഇവർക്ക് കളയാൻ പറ്റില്ല. ഇപ്പോൾ ഈ രേവതി എന്നൊക്കെ പറയുന്ന യൂട്യൂബ് ചാനൽസ്, ഈ രേവതിയുടെയൊക്കെ യൂട്യൂബ് ചാനൽസൊക്കെയാണ് ഈ റിസൾട്ട് ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഈ എവിക്ഷൻ റിസൾട്ട്. അപ്പോൾ അവർക്ക് രേവതിക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ രേവതി, ബിഗ് ബോസ്. ഇപ്പോൾ അവർ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചകളിലുമൊക്കെ ഇത്തവണ രേവതിയെ വിളിച്ചിട്ട് കണ്ടു. ഇതിനു മുമ്പും ഏഷ്യാനെറ്റിൻ്റെ അകത്ത് വെച്ച് തന്നെ കണ്ടസ്റ്റൻസിനെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ രേവതി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനൊന്നും എതിരെ ഇവർ കണ്ണടച്ചിരിക്കുകയാണ് ആക്ച്വലി ചെയ്തത് ഏഷ്യാനെറ്റ് ടീം. അപ്പോൾ ഇത്തവണ പ്രത്യേകിച്ചിട്ട് പകുതി എത്തിയപ്പോഴാണ്, ഷോയുടെ പകുതി എത്തിയപ്പോൾ നമ്മുടെ ജിസേൽ ഔട്ടായ ശേഷം മാത്രമാണ് ഇവരിതിനെതിരെ ഒരു പ്രതികരണം പോലും നടത്തിയത്. അതായത് ഇങ്ങനെ എവിക്ഷൻ റിസൾട്ട് ലീക്ക് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിനെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നത് തന്നെ ഇത്തവണ ജിസേൽ ഔട്ടായ ശേഷമാണ്. ജിസേലിൻ്റെ എവിക്ഷൻ ലീക്കായി. അപ്പം വൻ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നത്. അൺഫെയർ എവിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്രതിഷേധം വന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ എവിക്ഷൻ റിസൾട്ട് ലീക്ക് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മോഹൻലാലിനെ കൊണ്ടൊരു ബൈറ്റ് ചെയ്യിക്കുന്നത്. അത് അവിടെ കിടക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ അങ്ങനെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരിത് ചെയ്തെങ്കിലും കുറേ യൂട്യൂബ് ചാനൽസൊക്കെ പിൻവാങ്ങി അതിനകത്തുനിന്ന്. ഇപ്പോൾ മൂൺലൈറ്റ് അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ എവിക്ഷൻ റിസൾട്ട് ലീക്ക് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങി. പക്ഷെ എന്നാലും കുറേ ഇൻസ്റ്റാഗ്രാം ചാനൽസിലൊക്കെ അതിന് ശേഷവും
എന്താ പറയുക, എവിക്ഷൻ റിസൾട്ട് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പല രീതിയിൽ പല ക്ലൂ വെച്ചിട്ടും അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. പോട്ടെ, അത് പിന്നെ അതിനൊരു എന്താ പറയുക, അത് തടയുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡ്സിലൊക്കെ പുറത്തുനിന്നുള്ള ഓഡിയൻസിനെ നമ്മൾ ഷോ കാണാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ അന്നേരം അവർ വഴിയൊക്കെ എങ്ങനെയായാലും ഈ ഒരു എവിക്ഷൻ ലീക്കാവുന്നെങ്കിലും വിചാരിക്കാം. അവരെ തടയാന്ന് വെച്ചാൽ കുറച്ച് ശ്രമകരമായ കാര്യമാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ തലേ ദിവസം ബേബി ഹൗസിൽ നടക്കുന്ന സംഭവങ്ങളാണ് പിറ്റേ ദിവസം ലൈവ് എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ബുധനാഴ്ച ബേബി ഹൗസിൽ നടന്ന സംഭവം വ്യാഴാഴ്ച നമ്മൾ ലൈവ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും കാണിക്കുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു സീസണിൽ അറിഞ്ഞൊരു കാര്യമാണ്, നമ്മളിപ്പം തലേന്ന് നടക്കുന്ന സംഭവം നമ്മൾ പിറ്റേന്ന് മാത്രമാണ് അറിയുന്നുള്ളൂ. പക്ഷേ പി ആർ ടീംസ് വെച്ചാൽ കുറച്ച് ഇതിനെ തലപ്പത്തിരിക്കുന്നവർക്ക്, പി ആർ ടീംസിന് ഇന്ന് ഇപ്പോൾ ഈ ബുധനാഴ്ച നടക്കുന്ന സംഭവം ബുധനാഴ്ച തന്നെ ലീക്കായി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓഡിയൻസിന് വ്യാഴാഴ്ച കാണുന്ന സംഭവം ഇവർ ബുധനാഴ്ച തന്നെ ഈ ബിഗ് ബോസ് ടീമിലുള്ളവർ ലീക്കാക്കി വിടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് രാവിലെ, ഇപ്പം തലേന്ന് ഈ സംഭവം ബിഗ് ബോസിൽ നടക്കുകയാണ്. അനീഷ് അനുവിനെ രാവിലെ തന്നെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അന്ന് ഒരു ഉച്ച ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ അനീഷിൻ്റെ പി ആർ ടീംസിന് ഈ ഒരു വിവരം ലഭിക്കുകയാണ്. അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരോ ചോർത്തി മിക്കവാറും ഈ പ്രൊമോ ഹാൻഡിൽ ചെയ്യുന്നവരോ എഡിറ്റിംഗ് ടീമോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, എനിക്കറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ട്. അപ്പോൾ ആരായാലും ഇത് സംഭവം ലീക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലീക്കാക്കി വിടുമ്പം ഇവർക്ക് പിന്നെ വെപ്രാളമായി, ഇത് അനുവിനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണമല്ലോ. അപ്പോൾ അനീഷിനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ അതിനു വേണ്ടി അന്ന് ഈ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ നടന്ന അന്ന് വൈകുന്നേരം ആകുമ്പം തന്നെ അനുവിനെതിരെ തങ്കച്ചനെയും വെച്ചിട്ട് ഇവർ ഓരോ ക്ലിപ്പിങ്സ് അടിച്ച് വിടാൻ തുടങ്ങി. അനുവിനെ മോശക്കാരിയാക്കാൻ വേണ്ടി തങ്കച്ചനെയും വെച്ച് ഓരോ ക്ലിപ്പിങ്സ് അടിച്ച് വിടാൻ തുടങ്ങി ഈ സംഭവം അറിഞ്ഞിട്ട്. അപ്പോൾ പിറ്റേ ദിവസം മാത്രമാണ്, അത് തലേദിവസം തന്നെ ഈ പി ആർ ടീം ഈ പരിപാടി തുടങ്ങുന്നു. അതിനുശേഷം പിറ്റേ ദിവസം മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രപ്പോസൽ സീൻ ഇതിനകത്ത് കാണുന്നതും. അപ്പത്തിന് തന്നെ അനുവിനെ മാക്സിമം നെഗറ്റീവ് ആക്കാൻ വേണ്ടി അവർ പണി തുടങ്ങി. അതിപ്പം അനീഷിൻ്റെ പി ആർ ടീം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ പി ആർ ടീമിനും ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. അതിന് രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അനു ഈ ഒരു മണി വീക്കിൽ അക്ബർ ആദിലയും കൂടെ ഈ ഒരു പൈസ എടുക്കാൻ വേണ്ടി പുറത്ത് ഇന്നോവ കാറിൽ ക്യാഷ് വെച്ചിട്ട് അതെടുക്കാൻ വേണ്ടി പോകുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ രാത്രി ഒരു പ്രൊമോ കാണിക്കുകയാണ്. പുറത്ത് പോയിട്ട് ക്യാഷ് എടുത്തിട്ട് തിരിച്ച് കയറുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രൊമോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം പല ന്യൂസുകളും ഇവിടെ അപ്പം തന്നെ പുറത്ത് വരികയാണ്. ഔട്ടായി, തിരിച്ച് കയറിയിട്ടില്ല, ഔട്ടായി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി യൂട്യൂബിലൊക്കെ. അപ്പോൾ ആ സമയത്ത് അനുവിൻ്റെ പി ആർ എന്ന് പറയുന്ന വിനു ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നുണ്ട്. ഓടും കുതിര, ചാടും കുതിര, ക്യാഷ് കണ്ടാൽ എടുക്കും കുതിര എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം വിനു ഇടും. അതിനർത്ഥം എന്താ? അത് മാത്രമല്ല, അനുവാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് എടുത്ത് കയറിയെന്ന് പറഞ്ഞിട്ടും പോസ്റ്റുകളും കമൻസും ഒക്കെ അന്നേരം ഒരു രാവിലെ ആകുമ്പോൾ തന്നെ പ്രചരിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പോയി ക്യാഷ്, അത് ഏറ്റവും മാക്സിമം ക്യാഷ് എടുത്തുകൊണ്ട് തിരിച്ചു വന്നു എന്നുള്ള ന്യൂസ് ലീക്കായി കഴിഞ്ഞിരിക്കുന്നു. അതായത് വിനുവിന് ന്യൂസ് കിട്ടിക്കഴിഞ്ഞു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തലേന്ന് ബി ബി ഹൗസിൽ നടക്കുന്ന സംഭവം അപ്പോൾ ഈ പി ആർ ടീമിനെ എത്തിച്ചു കൊടുക്കാൻ അതിൻ്റെ അകത്ത് ആളുകൾ കളിക്കുന്നുണ്ട്. ചിലപ്പോൾ കമ്മീഷൻ ബേസ് ആയിരിക്കും, ഇവർക്ക് ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എങ്ങനെയാലും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യുന്നവർ അത്ര എന്താ പറയുക, കുറച്ചും കൂടെ ഈ ഒരു നമ്മളെ സാധാ റിസൾട്ട് ലീക്കാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ മോശമായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം റിസൾട്ട് ലീക്കാക്കിയാലും പിന്നെ ഔട്ടാകുന്നവർ ഔട്ടാവും, അല്ലാതെ ഔട്ടാകാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ലീക്കാക്കി കൊടുക്കുമ്പം നമ്മൾ പുറത്ത് ഇവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. ഏത് തരത്തിൽ തിരിച്ചടിക്കാം എന്നുള്ള രീതിയിൽ അവസരങ്ങളൊക്കെ ഈ പി ആർ ടീമിനും കാര്യത്തിനൊക്കെ കിട്ടാൻ പോവാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എഡിറ്റിംഗ് ടീമോ
എഡിറ്റിംഗ് ടീമിൻ്റെ അടുത്താണല്ലോ പെട്ടെന്ന് ഇതൊക്കെ വരിക. അതെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരോ ആരോ ഇതിനകത്ത്, അതായത് കുറച്ചും കൂടെ പിന്നെ മേൽക്കൈ ഉള്ളവർ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, കുറച്ചും കൂടി ഹോൾഡൊക്കെ ഉള്ളവർ. ഇനി അടുത്ത് പറയാൻ പോകുന്ന അതിലും വലിയ സംഭവമാണ്. അതായത് ഇപ്പം നമ്മൾ റിസൾട്ട് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ വോട്ടിങ്, ഹോട്ട്സ്റ്റാർ വോട്ടിങ് പൊതുവേ ആർക്കും അറിയാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. ഈ വോട്ടിങ്ങിൽ ഏഷ്യാനെറ്റിന് പോലും അങ്ങനെ കൈ കടത്താൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വേണ്ടപ്പെട്ടവരെ പോലും ചില സമയം ഔട്ടാക്കാതിരിക്കാൻ വേണ്ടി നോ എവിക്ഷൻ നടത്തുന്നതെന്നൊക്കെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വിചാരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, എന്നാലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് പിന്നെ ഇപ്പോൾ ആര്യനൊക്കെ എവിക്ഷനിൽ വന്നപ്പോൾ നോ എവിക്ഷൻ നടത്തി രക്ഷിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഏഷ്യാനെറ്റിന് പോലും ആ ഒരു ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ കൈ കടത്താൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ലീക്കായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം ഇതിനകത്ത് നമ്മളിപ്പം ഇപ്പം ലാസ്റ്റ് ഫിനാലെ വോട്ടിങ് ലാസ്റ്റ് ഡേ ഇപ്പം അനു വിന്നറായി എന്നുള്ള വിവരം വിനു നേരത്തെ അറിയുന്നുണ്ട്. അതായത് നമ്മളിപ്പം ശനിയാഴ്ച രാത്രി ഫുൾ വോട്ടിങ് കഴിയുമ്പം തന്നെ ഏകദേശം അതിനകത്തുള്ള മെയിൻ ടീംസിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. മെയിൻ ടീംസ് എന്ന് വെച്ചാൽ അത്രയും കോൺഫിഡൻഷ്യലായിട്ട് വെക്കുന്ന ഒരു റിസൾട്ടാണ് വോട്ടിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർക്ക് മാത്രമേ റിസൾട്ട് അറിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവർക്കും അങ്ങനെ ലീക്കാക്കി കൊടുക്കുന്നില്ലല്ലോ. അത്രയും മെയിനായിട്ട് അതിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഫിനാലയുടെ റിസൾട്ട് അറിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു റിസൾട്ട് പോലും ഇങ്ങനെ ഇവർക്ക് ലീക്കാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കള്ളം കപ്പലിൽ തന്നെയല്ലേ. കാരണം ഇവരത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. കാരണം വേറെ ആരും റിസൾട്ട് അറിഞ്ഞില്ല. പക്ഷേ വിനു രാവിലെ തന്നെ തൊപ്പി 3G എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തൊപ്പിയുടെ മുകളിൽ 3G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ അങ്ങ് എടുത്തിടുകയാണ്. ഫസ്റ്റ് വിനുവാണിത് ചെയ്യുന്നത്. അതിനകത്ത് എന്താ, അനു ജയിച്ചു എന്നുള്ളതും അനുവിനാണ് കൂടുതൽ വോട്ട് എന്നുള്ളതും വിനു അറിയുന്നത്. അപ്പോൾ അതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഇതിന് തലപ്പത്തിരിക്കുന്ന ഒരാൾ അത് ലീക്കാക്കി കൊടുക്കാതെ ഇയാൾ അറിയില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, മൊത്തത്തിൽ ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ തന്നെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിലാണ് പല സംഭവങ്ങളും ബിഗ് ബോസിൽ നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി, ഞാനിപ്പം ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഷോയിൽ പോകുന്നവർ എന്താ പറയുക, നമ്മൾ എന്താ പറയുക, എത്ര കളിച്ചാലും എത്ര ഗെയിം കളിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇവർ ഓൾറെഡി ഒരു ഫിക്സ് ചെയ്ത പോലെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു പ്രതീതിയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. പല കള്ളത്തരങ്ങൾ BB6 ഇതുപോലെ പല കള്ളത്തരങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ശിവൻ്റെ കേസിലാണെങ്കിലും നമ്മളറിയാലോ, ഡിപ്രഷൻ്റെയൊക്കെ മരുന്നൊക്കെ എടുത്ത് കൊടുത്തുവെന്നും അങ്ങനെ പല ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ടീമിൽ തന്നെ ഇരിക്കുന്ന 2 പേരെ പുറത്താക്കി എന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്നിട്ടും ഇതിനകത്തുള്ള ഇത് തീരുന്നില്ല. ഇപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ പിന്നെ വോട്ടിംഗ് റിസൾട്ടും അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ പുറത്ത് ലീക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെന്താണ്, ആ ഷോയ്ക്ക് എന്താണ് ഒരു വാല്യൂ ഉള്ളത്? ഇപ്പം അനുവിൻ്റെ കേസിൽ തന്നെ ഇപ്പം സാബുമോൻ അന്ന ഒരു സീക്രട്ട് ടാസ്കിൽ സാബുമോൻ വന്ന കാര്യം നേരത്തെ അനുവിന് പറഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിൽ ബിന്നി ഇപ്പോൾ റിയൻ്റെ സമയത്ത് ഷോയ്ക്കകത്ത് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അത് അനു അറിഞ്ഞതാണ്, അനുവിന് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്, വോട്ട് കൊടുത്ത ഒരാളാണ്. ബിന്നിക്ക് അനുവിൻ്റെ അടുത്ത് എന്താ പറയുക, ഒരു അസൂയയും കാര്യം പകയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ബിന്നി അങ്ങനെ പറഞ്ഞതായിട്ടുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അനുവിനെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? നമുക്കിപ്പം പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഫുൾ എഡിറ്റഡ് വേർഷനാണ്. അവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും എന്താ പറയുക, ഉത്തരവില്ല. ഇപ്പം ഈ ഷോയുടെ ഇടയ്ക്ക് തന്നെ ആദില ഒരേ കാണാൻ ആരോ വന്നു, ആരും അവർ കണ്ടു, സംസാരിച്ചു. അത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതാ പറഞ്ഞ അവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്താ പറയുക, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ജസ്റ്റ് നമ്മളൊരു പൊട്ടന്മാരെ പോലെ ഷോ കാണുന്നു, വെറുതെ അങ്ങ് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാം. എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റിയും ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു ഷോ ആണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇത്രയും നാളും എഡിറ്റഡ് വേർഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ പല കള്ളത്തരങ്ങളും ചതികളും
ആരും എന്താ പറയുക ഒരു പരാതി കൊടുത്താൽ ഒന്നും കാര്യമില്ല, കാരണം വലിയ ടീമുകളാണല്ലോ. ഇപ്പോൾ സിബിൻ പരാതി കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ വലിയ വലിയ ടീമുകളാണ്, ആർക്കും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുറത്തിറങ്ങിയ സമയത്ത് ഈ കണ്ടസ്റ്റൻസ് പറയുന്നതായിരിക്കില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവർ പറയുന്നത്. കാരണം എന്താ, ഭീഷണി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ ജിഷിൻ്റെ കേസെടുത്ത ജിഷിൻ PR കാരണമാണ് തോറ്റതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആയതുകൊണ്ട് ജിഷിൻ നമ്മൾ ഈ റീ എൻട്രി സമയത്ത് എയർപോർട്ടിൽ വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം PR വെച്ചിട്ട് ഒരാൾ ജയിക്കാൻ പോവുകയാണ്, അപ്പം ജിഷിൻ വിചാരിച്ച ആളാണ് PR വെച്ചിട്ട് ജയിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ തുറന്നടിക്കും. ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷേ ഈ ഒരു വിന്നർ ആയ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ശേഷം തുറന്ന് പറയുന്നതായിരിക്കും ആരാണ് PR വെച്ചിട്ട് വിന്നറായത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഷോ നടത്തിയിട്ടാണ് റീ എൻട്രി സമയത്ത് എയർപോർട്ടിൽ വെച്ച് ചാനൽസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ ജിഷിൻ തന്നെ അകത്ത് കയറി അതിനുശേഷം തിരിച്ചറിഞ്ഞ ശേഷം പറഞ്ഞ ഡയലോഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമായിരിക്കും. PR വെച്ചെങ്കിൽ അത് അവരുടെ മിടുക്ക്, ഞാൻ PR വെച്ചില്ലെങ്കിൽ അതെൻ്റെ തെറ്റ്, PR കാരണം ആരും ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പമ്പൻ ഡയലോഗാണ്. ഏത് PR നല്ലതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പമ്പൻ ഡയലോഗ്. അത് നേരെ എയർപോർട്ടിൽ നിന്ന് എന്ത് പറഞ്ഞോ അതിന് നേരെ ഉൾട്ടയടിച്ചിട്ടാണ് തിരിച്ചിറക്കി വരുമ്പം പറയുന്നത്. അതായത് ആരോ അവിടുന്ന് നല്ല ക്ലാസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതുപോലെ തന്നെ നമ്മളെ പ്രവീണാണെങ്കിലും, പ്രവീൺ ഔട്ടായി എയർപോർട്ടിൽ വന്ന സമയത്ത് എന്താ പറഞ്ഞത്, അനുമോള് പറഞ്ഞ പോലെ പല വേണ്ടാധീനങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രവീൺ ആ സമയത്ത് യൂട്യൂബ് ചാനൽസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ എല്ലാം എന്താ പറയുക ഉൾട്ടയടിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ചിലപ്പം ഇതിനകത്ത് ഇപ്പം പ്രവീണിൻ്റെ കേസാണെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടാനും അതിനൊക്കെ വേണ്ടി ചുമ്മാ അടിച്ചു വിട്ടതാണെന്നൊക്കെ ചിലപ്പോൾ പറയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്ക് എന്താ പറയുക, ഈ സിബിന് വന്ന പോലെ തന്നെ ഫോൺ കോൾസ് വരുന്നുണ്ടാവും. അതായത് വാ തുറക്കരുത്, അവിടെ നടക്കുന്നതിനെ പറ്റി വാ തുറക്കരുത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ വന്നവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം ചിലപ്പോൾ. എൻ്റെ തോന്നലാണിത്.